വയനാടൻ കാഴ്ചകൾ തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചെമ്പ്ര പീക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. തലേ ദിവസം തന്നെ ചേച്ചിയുടെ മോൻ ചോദിച്ചു, രാവിലെ അവൻ ചെമ്പ്ര പീക്കിലേക്ക് പോകുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വേഗം ഞാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോനും എൻ്റെ ചേച്ചിയും മോനും പിന്നെ മൂത്ത ചേച്ചിയുടെ മോനും കൂടിയിട്ടാണ് പോണത്. ബാക്കി ആരും വന്നില്ല കേട്ടോ. ചേച്ചിയുടെ മോൾക്ക് കൊച്ചു കുട്ടിയൊക്കെയാണ്, അപ്പോൾ അവർക്ക് നേരത്തെ വരാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടു. രാവിലെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടൊരു 6:30 6:45 റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചെമ്പ്ര പീക്കിലേക്ക് പോകണമെങ്കിൽ ഇത്രയും കൂടി നേരത്തെ ഇറങ്ങണമെന്ന് പോയപ്പോൾ മനസ്സിലായി. പോകുമ്പോൾ പുറത്ത് ഈ സമയത്ത് കുറച്ച് കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ആ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു സമയം, അതൊക്കെ ഒരു രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ ടൂർ വരുമ്പോഴേ നേരത്തെയൊക്കെ എണീറ്റ് ഇങ്ങനെയുള്ള പ്ലേസസ് കാണാൻ പോവുക, അതൊക്കെ എപ്പോഴേ പറ്റുള്ളൂ നമുക്ക്. പോണ വഴിയൊക്കെ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് നിറച്ചും, അത് തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇന്ത്യയിലൊക്കെ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചതിൻ്റെ പിന്നിൽ, ആ ഐഡിയയുടെ പിന്നിൽ ബ്രിട്ടീഷുകാർ തന്നെയല്ലേ. ഞങ്ങൾ ചെമ്പ്ര പീക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഈ പോണത്. പക്ഷെ പോയി ഞങ്ങൾ ഈ അവിടേക്ക് കട്ട് ചെയ്യേണ്ട വഴിയൊക്കെ കഴിഞ്ഞ് പോയി നേരെയാണ് ഞങ്ങളെ ഈ മാപ്പ് കൊണ്ടുപോയത്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. മേപ്പാടി ബസ് സ്റ്റോപ്പ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ അല്ല, നിങ്ങൾ തിരിച്ചു പോകണം. പക്ഷെ ഇപ്പോൾ അവിടെ ചെന്നാലും ടിക്കറ്റ് കിട്ടില്ല, അവിടുത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം, അല്ലെങ്കിൽ തലേ ദിവസം ബുക്ക് ചെയ്ത് പോകേണ്ടി വരും തോന്നുന്നുണ്ട് അങ്ങോട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ മേപ്പാടി ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിൽ ചോദിച്ച് ആദ്യം വണ്ടി തിരിച്ച് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടാണ്. ഈ ഭാഗത്താണ് ജൈൻറ്റ് സ്വിങ്ങും സിപ്പ് ലൈനൊക്കെ ഉള്ളത്, അത് കണ്ടു. ഈ ഭാഗത്ത് മാത്രമല്ല, ഇവിടെ കുറേ ഏരിയയിൽ അങ്ങനെ ഉണ്ട് ഇപ്പോൾ. യാത്രകൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഭവമല്ല അത് നമുക്ക് തിരിച്ചു തരാം. കണ്ടില്ലേ, ചെമ്പ്ര പീക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, പക്ഷെ കണ്ടത് സൂചിപ്പാറയാണ് കേട്ടോ. ഈ ചെമ്പ്ര പീക്കിലേക്ക് പോകാമെന്ന് ചേച്ചിയുടെ മോൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത് ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു തടാകം കുന്നിൻ്റെ മുകളിൽ, അങ്ങനെ കുറേ മുകളിലാണ് ഈ ചെമ്പ്ര പീക്ക്. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയില്ല. തിരിച്ചു വരുന്ന വഴി 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും കൂടെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും ഇപ്പോൾ പോയിട്ട് കാര്യമില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ വണ്ടി സൂചിപ്പാറയ്ക്ക് വിട്ടു. അപ്പോൾ സൂചിപ്പാറ എന്ന് കാണാമെന്ന് വിചാരിച്ചു. പോണ വഴി നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി പിക്കൊക്കെ എടുത്തിട്ടാണ് പോയത്. ഈ ഒരു ഏരിയയിലാണ് 900 കണ്ടി, പിന്നെ സൂചിപ്പാറ, ചെമ്പ്ര പീക്ക്, ചൂരൽമല എന്നൊക്കെ എഴുതിയതുകൊണ്ട് എനിക്ക് ചൂരൽമല എന്ന് ഉള്ള പേരിനോടൊരു അട്രാക്ഷൻ തോന്നിയിട്ടാണ്. ഇനി സൂചിപ്പാറ ചെല്ലുമ്പോൾ എങ്ങനെയാണ്, ടിക്കറ്റ് കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. എന്നാലും രാവിലെ തന്നെ പോകുന്നതല്ലേ, ഏതെങ്കിലും ഒരു സ്ഥലമെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് സൂചിപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ നിറച്ചും തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. നല്ല ഭംഗിയുള്ള വ്യൂ തന്നെയാണ്. ഇങ്ങനെ പച്ചപ്പ് നിറച്ചുള്ള സ്ഥലത്തിൽ കൂടെയൊക്കെ പോകുമ്പോഴേ നമ്മുടെ കണ്ണിനും നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു പച്ചപ്പ് തോന്നാം. ഞങ്ങൾ രാവിലെ കൽപ്പറ്റയെന്നാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കൽപ്പറ്റയെന്ന് ഒരു 22 കിലോമീറ്ററൊക്കെ ഉണ്ടാവും മേപ്പാടിയിലേക്ക്. ഞങ്ങളിപ്പോൾ കുറേ ദൂരം പോയി, ഞങ്ങൾ വഴി തെറ്റിയൊക്കെ പോയല്ലോ, എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് സൂചിപ്പാറയിലേക്ക് എത്തുന്നത്. ഇവിടെ തന്നെ വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഇത്ര മീൻമുട്ടി, കാന്തമ്പാറ, അങ്ങനെയൊക്കെ. വയനാട്ടിൽ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ കണ്ടത് വളരെ കുറച്ചാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂചിപ്പാറ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് പിന്നെയും കുറേ ഒരു 2-3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ആദ്യം കുറച്ച് കയറ്റം കയറും, പിന്നെ ഇങ്ങനെ നിരപ്പായ കുറേ സ്ഥലമാണ്, പിന്നീട് ഇങ്ങനെ താഴേക്ക് പോകണം.
നമ്മൾ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് കയറുമ്പോൾ അവിടെ ഇങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലും അങ്ങനെയൊക്കെ ആയിട്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് പ്രൈസ് അഡൽട്ടിന് 65 ആണെന്ന് തോന്നുന്നത്. ഞാനതങ്ങനെ ഫോട്ടോ എടുത്തത് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെ. അപ്പോൾ 2 കിലോമീറ്റർ ഉണ്ട് അല്ലേ ശരിക്കും? പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു പയ്യൻ പറഞ്ഞത് 1 കിലോമീറ്റർ ഉണ്ടാവും നടക്കാൻ കേട്ടോ. അത് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തണേ. പിന്നെയും നമ്മൾ നടക്കാനുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നും ഒരു 3-4 കിലോമീറ്റർ നടന്നു എന്ന്. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കിളികളുടെയൊക്കെ ശബ്ദം ചുറ്റും ഇങ്ങനെ കേൾക്കാട്ടാ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ പോലെ ആ കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ശബ്ദമൊക്കെ കേട്ട് നടക്കണ പോലെ തോന്നും. അത് നിങ്ങൾ സംസാരിച്ചാലും മതി. ഒറ്റയ്ക്ക് അടക്കണ്ട കേട്ടോ. ഇവരെ എടുത്താൽ മതി വഴിയിലുള്ളവരെ. പാലൊന്നും ചവിട്ടല്ലേ? ഇവിടെ എത്തിയപ്പോഴേ നിറച്ച് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ അവരൊക്കെ വന്ന് ചാടി പിടിച്ച് കൊണ്ടുപോകും. ഈ വഴിയൊക്കെ കല്ല് പാകിയിട്ടുള്ള വഴികളാണ് കേട്ടോ. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യണുണ്ട് അവിടം വരെയാതെ. പിന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇവിടെ അടിച്ചു വരാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിമണ്ണിലൂടെ നീരുറവയിലൂടെ നീ മരമായി മനുഷ്യനായി, പൊഴിയുന്ന മഴയായി ഒഴുകുന്ന പുഴയായി വിടരുന്ന പൂവായി അഴകായി, സൂര്യൻ്റെ കിരണമായി നന്മതൻ സ്ഫുരണമായി. കടമ്മനിട്ടയുടെ കുറച്ച് വരികൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ മങ്ങലേറ്റു, മങ്ങി തുടങ്ങി. മഴയും വെയിലൊക്കെ കൊണ്ട് മങ്ങിയത്. കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഇറക്കമാണ് കേട്ടോ. പിന്നെ ഈ ഇറക്കത്തിൽ കൂടെ കുറച്ചധികം നടക്കാനുണ്ട്, ചെറിയ വഴി. പക്ഷെ അത് കല്ല് പാകിയിട്ട് തന്നെ ഉണ്ട്, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പിടിച്ച് ഇറങ്ങണം. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇതൊക്കെ പകുതി നേരം നിന്നിട്ടൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും നല്ല മനോഹരമായൊരു കാഴ്ച പ്രകൃതി ഒരുക്കിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് കടക്കാനായിട്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ പിടിച്ച് നമ്മൾ കിടക്കണം, അല്ലാണ്ട് ഇത് ഒഴുക്കുണ്ട് ഒരുവിധം. അപ്പോൾ നമ്മൾ തെന്നാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറാനായിട്ട് മുകളിലായിട്ട് വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇതല്ല കേട്ടോ വാഷ്റൂം, അത് നമ്മൾ ഈ കയറ്റൊക്കെ കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ കാണാം വാഷ്റൂം. നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ ഉറവിന് പുറകിലും 1000 വേരുകളുടെ കരുതലുണ്ട്, ഓരോ നിശ്വാസത്തിലും 1000 ഇലകളുടെ കാരുണ്യവും. ഞങ്ങൾ കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നത് ഇപ്പോൾ ഇത്തിരി നേരത്തെയാണ് അവിടെ, അതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴേ നേരത്തെ എത്താൻ നോക്കുക. അപ്പോൾ അത്ര ക്രൗഡഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു റിലാക്സ് ചെയ്ത് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു കാര്യം, അങ്ങോട്ട് താഴേക്ക് ഇറങ്ങണ പോലെ അത്രയ്ക്ക് സുഖാവില്ല കേട്ടോ മുകളിലേക്ക് കയറാൻ. ഇങ്ങോട്ട് കയറി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും നന്നായി കിതച്ചു. അപ്പോൾ കയറി വരുമ്പോൾ പല സ്ഥലത്ത് നിന്നും പിടിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് കയറി എത്തിയത്. എന്നാലും ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ലൊരു ഇതായിരുന്നു.
നമുക്ക് ഈ സമയത്തൊക്കെയല്ല അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പറ്റണ സമയത്ത് പോയി കാണാം. ഞങ്ങൾ താഴേക്ക് പോകുമ്പോഴേ ഈ ഒരു സ്ഥലത്ത് നല്ല ബ്രൂ കോഫിയുടെ മണം. അപ്പോൾ എവിടെ നിന്ന് ഈ കാപ്പിയുടെ മണം വരണേന്ന് നോക്കിയപ്പോൾ ഈ കാപ്പി ചെടികളൊക്കെ പൂത്തേക്കാ. എന്തൊരു നല്ല മണമാണെന്നറിയോ. കാപ്പിയുടെ മണത്തിനേറ്റവും നല്ലൊരു സുഗന്ധമാണത് കാപ്പിപ്പൂവിന്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാപ്പി പൂത്തിട്ട് നിൽക്കണത്. നല്ല ഭംഗിയുണ്ട് പൂവ് കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് അത് നോക്കിയതാണ്. പിന്നീട് ഞങ്ങൾ വേറൊരു വഴിക്ക് പോയപ്പോൾ ഇങ്ങനെ കാപ്പി തോട്ടം കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ 8 മണി തൊട്ടാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുക. 4 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. 5 മണിയൊക്കെ ആകുമ്പോൾ താഴത്തുള്ളവരെ മുകളിലേക്ക് പറഞ്ഞയക്കും. അപ്പോൾ അത്രയും ടൈമാണ് ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണത്. പിന്നെ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ളവർ താഴേക്ക് ഇറങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ കയറി വരുമ്പോൾ നല്ല ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ നന്നായി ഉണ്ടാവും നമുക്ക്. പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോകുമ്പോഴേ അവിടെ അടുത്തുള്ളൊരു ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു പൂത്ത് കിടക്കണം. നല്ല ഭംഗി. അപ്പോൾ അതിനൊന്ന് ക്യാമറയ്ക്കുള്ളിലാക്കി. പിന്നെ ഒരു സ്ഥലത്ത് കാപ്പിക്കുരു ഇങ്ങനെ ഉണക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങളോട് ആദ്യമേ നമ്മൾ ആ വഴി മുഴുവൻ കടന്നു വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോണ്ട് ഒരു കുതിരേനെയും കൊണ്ടൊരാൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഊട്ടിയിലൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കാണാൻ. അപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കുതിര സവാരിയൊക്കെ. അപ്പോൾ പിള്ളേർ അവർക്ക് റീൽസിന് വേണ്ടിയിട്ട് മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നാടുകളുടെ നാട് എന്ന് വയനാടിനെ പറയാറുണ്ടല്ലേ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലം തന്നെയാണ് കേട്ടോ വയനാട്. നമ്മളെ എങ്ങോട്ട് പോകുമ്പോഴും എവിടെയും പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ കാണാൻ പറ്റുക. അപ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടമാണല്ലേ ആ ഒരു അറ്റ്മോസ്ഫിയർ. വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ വയനാട് നമ്മളെ പിന്നെയും മാടി വിളിക്കണ പോലെ തോന്നും. എനിക്കങ്ങനെ തോന്നിയത്. ഇനിയും വരണം, ഇനിയും കാണണം. കുറേ സ്ഥലങ്ങൾ കാണാത്തതുണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും വരാം എന്ന് മനസ്സിലുണ്ട്. അങ്ങനെ രാവിലെ ചെമ്പ്ര പീക്ക് കാണാൻ പോയി ഞങ്ങൾ സൂചിപ്പാറ കണ്ട് മടങ്ങി. ഇവിടെ ഇനി ഒരു സ്ഥലം കൂടി ഞങ്ങൾ പോയുള്ളൂ കേട്ടോ. ഇനി അടുത്ത തവണ വരുമ്പോൾ കറക്റ്റായിട്ട് പ്ലാനിങ്ങോട് കൂടി വരണം. ഇന്ന സ്ഥലങ്ങൾ കാണണമെന്ന്. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാവും. അപ്പം നമ്മുടെ ഇതൊക്കെ തെറ്റിപ്പോവും. സമയവും ഇതൊക്കെ വേസ്റ്റാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ. you.